ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കല്യാണം ആട്ടോ. ചൂനാട് ഹിബാസി വെച്ചിട്ടായിരുന്നു കല്യാണം. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര കൃത്യനിഷ്ഠതയായതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കല്യാണത്തിന് എത്തിപ്പറ്റി. ഇതേ നമ്മുടെ ബ്രൈഡാണ് കേട്ടോ ഈ വരുന്നത്, ഞങ്ങളുടെ റംസിയെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഭയങ്കര പാവമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. തിരക്ക് കൂടിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളിത് ആ TV കൂടാണ് കേട്ടോ കല്യാണം കണ്ടത്. കല്യാണം കഴിഞ്ഞതും ഫോട്ടോ എടുപ്പും തുടങ്ങി. ഞങ്ങളവിടെ കുറേ നേരം കൊണ്ട് ഗിഫ്റ്റും പിടിച്ച് നിൽക്കുമായിരുന്നു. ഇതെങ്ങനെയും അവളുടെ കയ്യിലൊന്ന് എത്തിക്കണമല്ലോ. അതിനങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ഇടിയും തള്ളും ഉന്തും എല്ലാം കൊണ്ടിട്ട് അവിടെ നിന്നു. അവസാനം ഞങ്ങളത് കൊടുത്തു. എന്തൊക്കെയായാലും മോള് ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടാൽ മതി ഞങ്ങൾക്ക്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടീംസ്. ഇതിനകത്ത് കുറച്ച് പേരെ വന്നോളൂ, കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടുന്ന കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. ഈ ഇരിക്കുന്ന മുതലിനെ പറ്റി എനിക്ക് 4 പറയാനുണ്ട് നിങ്ങളോട്. നമ്മൾ എവിടെ പഠിക്കാൻ പോയാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ എത്തിപ്പെടുന്ന ഒരു ഫ്രണ്ട് നമുക്ക് കാണില്ലേ? അതുപോലാണ് കേട്ടോ എനിക്കിവള്. 9ാം ക്ലാസ് തൊട്ട് കൂടാൻ തുടങ്ങിയതാണ്. ഓളുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും പാസ്സാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ടീംസിനോട് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇനി അടുത്ത ആരുടെയെങ്കിലും കല്യാണത്തിന് കാണാം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഒത്തുകൂടി കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇനി എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഇനി എന്നാണാവോ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഓക്കെ ബൈ.